വെക്കേഷനായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നതായിരുന്നു. ഒത്തിരി നാളായി എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് തന്നെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. കളമശ്ശേരി മുട്ടത്തുള്ള സൂഫി മന്തിയിലേക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത്. ഞാനും അഖിലും പിന്നെ എൻ്റെ അനിയത്തി, ആളുടെ ഹസ്ബൻഡും മക്കളും പിന്നെ ഉമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പപ്പ വന്നില്ല, പപ്പയ്ക്ക് ചെറിയൊരു പനി. ഇവിടെ വന്ന എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഒരു ഹാഫ് അൽഫാം മന്തിയും ഹാഫ് ഷവായി മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് അനിയത്തിയുടെ ഉണ്ണിവാവ, അവന് 10 മാസം ആവുന്നേ ഉള്ളൂ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഷവായി നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട്. കണ്ടില്ലേ യുദ്ധം കഴിഞ്ഞ പടക്കളം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചുമ്മാ രാത്രി വണ്ടിയിലൊന്ന് ഡ്രൈവിന് പോയാലോ എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം. അങ്ങനെ നേരെ എടപ്പള്ളിക്ക് വെച്ചു പിടിച്ചു. കൂനന്ത എത്തിയപ്പോൾ ദാ അവിടെ കുനാഫ സ്റ്റോറി. അപ്പം അനിയത്തിക്ക് കുനാഫ കഴിക്കാൻ ആഗ്രഹമായി. എല്ലാവരും മന്തിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുനാഫയെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടി അത് കാറിലിരുന്ന് ഷെയർ ചെയ്ത് കഴിച്ചു. ഇപ്പോൾ വയറ്റിൽ കുനാഫ മന്തിയായി. കുനാഫ ലവേഴ്സ് എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ. ഈ ക്രീമി ചീസി കുനാഫയ്ക്ക് 250 റുപ്പീസാണ്. അത്രയും രൂപയ്ക്ക് ഈ ചെറിയൊരു സാധനം കുറച്ച് ഓവർ റേറ്റഡ് അല്ലേ? അവിടെ കുനാഫ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് 10 വർഷം മുമ്പ് ഞാൻ കണ്ടുപിരിഞ്ഞൊരു ഫ്രണ്ടിനെ കണ്ടത്. രണ്ടാൾക്കും നല്ല സർപ്രൈസ് ആയിട്ടോ. ഈ ഭൂമി വളരെ ചെറുതാണെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്തായാലും ഒരു 10 മിനിറ്റൊക്കെ സംസാരിച്ച് ഓർമ്മയൊക്കെ പുതുക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവ് തുടർന്നു. ശരിക്കും ഇങ്ങനെ ഇടയ്ക്ക് എല്ലാവരും കൂടിയൊക്കെ ഡ്രൈവ് പോകുന്നത് നല്ല അടിപൊളി ഫീൽ തന്നെയാണല്ലേ. പപ്പേനെ ഞങ്ങളെല്ലാവരും മിസ് ചെയ്തു. രാത്രിയിലെ കൊച്ചി കാണാൻ വേറൊരു ഭംഗിയാണ് കേട്ടോ.